പേര് സുഹൃത്തുക്കളെ ശ്രീജിത്ത്. ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അതും മലപ്പുറത്താണ് ഈ ഹോട്ടലുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും മലപ്പുറത്താണ് ഹോട്ടൽ ആയതുകൊണ്ട് ഇപ്പോൾ നോമ്പുകാലമാണ്. അപ്പോൾ ഹോട്ടല് ഞാൻ തുറന്നതും കുറേ മുസ്ലിങ്ങൾ വന്നിട്ട് എൻ്റെ കട അങ്ങോട്ട് അടിച്ചു തകർത്തു. അത് ഭീകരമായിട്ട് അടിച്ചു തകർത്തു എന്ന് മാത്രമല്ല, എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ കുറ്റിപ്പുറത്തുകാരനായിട്ടുള്ള ഒരാള് മലപ്പുറം കാരത്തൂർ സ്വദേശി എന്ന് പറയുന്നത് കേട്ടോ, എനിക്ക് അടുത്ത് തന്നെയാണ് പ്രദേശം. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പോസ്റ്റ് ഇട്ടു വാട്സപ്പിൽ. മുസ്ലിങ്ങൾ എൻ്റെ കട വന്ന് ആക്രമിച്ചു, ഞാൻ ഭക്ഷണം വിറ്റതാണ് പ്രശ്നം. നോമ്പിന് ഇയാളുടെ ഹോട്ടലിൽ ഭക്ഷണം വിൽപ്പന നടത്തിയതിന് മുസ്ലിങ്ങൾ കട ആക്രമിച്ചെന്നും കട അടപ്പിച്ചുവെന്നും ഇയാൾ എന്ത് ചെയ്തു, വാട്സപ്പിലൂടെ ഒരു വ്യാജ പ്രചാരണം, വെറുതെ ഒരു രസത്തിന്. എന്തുകൊണ്ട് എന്ന് കൂടി പറഞ്ഞുതരാം. ഈ പറയുന്ന ശ്രീജിത്ത് നല്ലൊരു ഹിന്ദുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്ര ജാതി ഹിന്ദുവാണ്. ഹായ് കണ്ണ, ഹായ് ഹായ്. വാതിലടക്കിയോ? നല്ല കുട്ടിയല്ലേ? അച്ഛപ്പോരാട്ടാ, ഫുള്ള് കളിച്ച ഓക്കെ. ഒരു നല്ല രീതിയിലുള്ള ഒരു മിത്രമാണ് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ മിത്ര സ്വഭാവമുള്ള ആളുകൾക്കാണ് ഇങ്ങനെ വാട്സപ്പിലൊക്കെ വന്ന് പ്രചരിപ്പിക്കാൻ കഴിയുക. ഇനി എന്തുകൊണ്ട് സുഹൃത്തുക്കൾ, ഇത് മലപ്പുറമാണ്. മലപ്പുറത്ത് ഈ നോമ്പ് എന്ന് പറഞ്ഞ പരിപാടിയിൽ മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് തിരൂരാണ്. തിരൂര് തന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഇത് നോമ്പിൽ ഭക്ഷണം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചായ, കടി, ഇമ്മാതിരി സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഒപ്പം തന്നെ അവിടെ ഒരു 3-4 ഹോട്ടലുകളുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിൻ്റെ അവിടെയുണ്ട്. അങ്ങനെ ടൗണിൽ തന്നെ 1-2 ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലുകളൊക്കെ തുറക്കും. പക്ഷെ പകുതി ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്ന പുറമേയുള്ള നോമ്പുള്ള ആൾക്കാരും കാണണ്ട എന്ന് വെച്ചിട്ട് അങ്ങനെ പകുതി തുറന്നു വെച്ച ഹോട്ടലുകളൊക്കെ ഇഷ്ടം പോലെ അവിടെ കാണാൻ കഴിയും. ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ വിൽക്കും. മിക്കതും മുസ്ലിങ്ങൾ തന്നെ തുടങ്ങേണ്ട കടകളാണ്. ചില മുസ്ലിം കടകളൊക്കെ അടയ്ക്കും. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ ഒരു ഗംഭീര കച്ചവടമൊന്നും നടക്കില്ല. ഈ കച്ചവടം നടക്കാത്തതുകൊണ്ട് ഇതും തുറന്നു വെച്ചിട്ട് ഒരു മാസം വൻ നഷ്ടം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്, കൂലി കൊടുക്കാനും മറ്റൊക്കെ വൻ നഷ്ടം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴുള്ള കുറച്ചു നഷ്ടം സഹിക്കുകയാണെന്ന രീതിയിൽ ഇവർ മിക്ക ആൾക്കാരും ഈ കട അടയ്ക്കുന്നതാണ്. എന്നാൽ ചായയും കടിയൊക്കെ അവിടെ ഇഷ്ടം പോലെ കിട്ടും. വഴിവെക്കലിന് ഇഷ്ടം പോലെ തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. ആ മാർക്കറ്റിൽ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. വേണ്ടവർക്കെല്ലാം അവിടെ പോയിട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. എന്നാൽ ചിലപ്പോൾ ഒരു മറയൊക്കെ ചിലർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പം മറയും കാണാനില്ല, അങ്ങനത്തെ ഒരു സംഗതിയിൽ അവിടെ കാണുന്നില്ല. അപ്പോൾ ഈ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് എല്ലായ്പ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേണ്ടാദിനം പുറത്തേക്ക് എത്തിക്കണം എന്നുള്ളത് ഇവിടെയുള്ള തീവ്ര ഹിന്ദുക്കളുടെ ഒരു രീതിയാണ്. മലപ്പുറം ഒരു മോശം പ്രദേശമാണ്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ നോമ്പ് കാലത്ത് ഒരു തുള്ളി പോലും വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല. വലിയ പ്രശ്നമാണ്. ആളുകളൊക്കെ നോമ്പില്ലാത്തവന്മാര് തീർന്നു പോകും, വിശന്ന് തീർന്നു പോകും എന്ന് പറയുന്ന ഒരു ചിത്രം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കുറ്റിപ്പുറത്തുകാരനായിട്ടുള്ള ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന മനുഷ്യനും അങ്ങനത്തെ ഒരു ശ്രമം നടത്തിയത്. ഇങ്ങനെ ശ്രമം നടത്തിയാൽ എന്താണ് ഗുണം? സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അന്തരം ഉണ്ടെങ്കിൽ ആ അന്തരം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാവും. ഒരു വർഗീയ കലാപത്തിന് ഇത് തിരികൊളുത്താൻ പറ്റുമെങ്കിൽ അതിനും ഇത് ഒരു കാരണമാവും. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ശ്രീജിത്ത് താമസിക്കുന്ന ഈ ഒരു മലപ്പുറത്ത് തന്നെയാണ്. ഒരു അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ചങ്ങാതിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കമന്റുകളും മറ്റൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്ററൊക്കെ വെറുതെ ഒരു കാരണവുമില്ലാതെ, കട അടപ്പിച്ചിട്ടില്ല, കട വൃത്തിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അത് അടിച്ചു തകർത്തിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല, എന്നിട്ടും ഇങ്ങനത്തെ ഒരു നുണ പ്രചരിപ്പിക്കാൻ ഇയാളെ കൊണ്ട് എന്തിനു സാധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പുറകിൽ കൃത്യമായിട്ടും ഒരു ഗൂഢാലോചന ഉണ്ടാവണം. ഇയാൾ ഒറ്റയ്ക്കാവില്ല, അതുകൂടെ അന്വേഷിക്കേണ്ടതാണ്. കൃത്യമായിട്ടും ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ അത്ര വലിയ വാർത്തകളും കിട്ടുന്നില്ല. അപ്പോൾ മലപ്പുറം ജില്ല എല്ലായ്പ്പോഴും ഒരു പ്രശ്നബാധിത പ്രദേശമാണെന്ന് എപ്പോഴും ഇങ്ങനെ ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കണം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലേക്ക് ഈ ഒരു വാർത്ത, ഈ ഒരു മനുഷ്യൻ്റെ ഒരു വാർത്ത ഇത് ഇവിടെ വെച്ച് നിന്നു എന്ന് അല്ല. ഇതേ വാർത്ത ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഉത്തരേന്ത്യൻ നാടുകളിലേക്ക് വേറെ രീതിയിൽ പറന്നിട്ടുണ്ടാവും. ഈ മനുഷ്യൻ ചിലപ്പോൾ അടിച്ച രീതിയിലൊക്കെ AI ഫോട്ടോസുകളൊക്കെ ഉണ്ടായിരിക്കും. ഏതെങ്കിലും തകർന്ന കടയുടെ മുമ്പിൽ വിഷമത്തോടെ ഇരിക്കുന്ന ചിത്രം ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടായിരിക്കും.
ഇങ്ങനെ കേരളം എന്ന് പറയുന്നത്, മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അതിഭീകരമായിട്ട് ഹിന്ദുക്കളെ ആക്രമിക്കുന്ന പ്രദേശമാണെന്നൊക്കെ വരുത്തി തീർക്കുള്ള ശ്രമമാണ്. നമ്മളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു തമിഴ്നാട്ടിലൊരു സന്യാസി കേരളാവിൽ മലപ്പുറം എന്നൊരു നാട് ഇருக்கு, അങ്ങ് ഹിന്ദുക്കൾക്ക് പോക മുടിയാതെ, അങ്ങ് ഹിന്ദുക്കൾക്ക് എന്താ പറയുക വീട് വെച്ച് താമസിക്ക മുടിയാതെ എന്നൊക്കെ പണ്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള കമൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ക്യാമറമാൻ, അതിൻ്റെ വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ മലപ്പുറംകാരനായിരുന്നു, ഹിന്ദുവാണ്. ആ രസം. അയാൾ പറഞ്ഞു, സുഹൃത്തെ ഞാൻ മലപ്പുറത്താണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ അവിടെ താമസിക്കുന്നത്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഈയൊക്കെ വാർത്ത നിനക്കൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ആ സന്യാസിറ്റ് ചെയ്തപ്പോൾ അതവിടെ നിന്നുപോയി. ഇതേപോലെയാണ് ഇപ്പോൾ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന മനുഷ്യനും. എന്തായാലും സംഗതി ഈ വാട്സപ്പ് വഴി മതവിദ്വേഷം പ്രചരിപ്പിച്ച ആള് പിടിയിലായിട്ടുണ്ട്. നല്ല വാർത്ത എന്നതിനെ പറയേണ്ടി വരും. കാരണം ഇത്ര ആളുകളൊക്കെ ഒന്ന് അകത്താവുന്നതല്ലേ ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരുപക്ഷെ കട അടക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ സാധ്യതയുണ്ട്. അത് ഈ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തായിരിക്കാം, വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഇയാൾക്ക് നാല് വട കിട്ടിയിട്ടുണ്ടായിരിക്കാം. ആ കിട്ടിയ അടി തനിക്ക് തൻ്റെ കുരുത്തക്കേട് കൊണ്ട് കിട്ടിയല്ല, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് കിട്ടിയതാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമമായിരിക്കാം. ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഈ ബഹുത്വ സംഘി അല്ലെങ്കിൽ ഭാവി സംഘി, ഈ മൃദു സംഘി അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരും അറിയിച്ചു കൊടുക്കുന്നു. ബൈ.